بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹു ഇതിലേറെ സന്തോഷത്തിൽ നരകം തൊടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലും നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ല. മഹാനായ ഷെയ്ഖ് ജീനാലി തങ്ങളുടെ ഖാദിരിയ ത്വരീഖത്തിൽ വന്ന മശായിഖന്മാർ, പ്രത്യേകിച്ച് മഹാനായ കണ്ണൂർ മറോട്ട് കിടക്കുന്ന സയ്യിദ് മൗലാത്തങ്ങളെ ചൊല്ലിയ ഖാദിരിയ ത്വരീഖത്തിൽ തൻ്റെ മുരീദമാർക്ക് നിർദ്ദേശിച്ച ദിക്റുകളും അതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളൊക്കെ അടങ്ങിയ വലിയ വലിയ മശായിഖന്മാർ നടത്തി വന്ന ഒരു റാത്തീബാണ് ജലാലിയ. ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ട്. 1995-96 കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന അതിനോടടുത്തൊരു സ്ഥലത്ത് ഒരുപാട് ആളുകൾക്ക് ഒരു നാട്ടിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ പല ആളുകൾക്കും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. അന്ന് ആ നാട്ടുകാർ പരിഹാരത്തിന് വേണ്ടി അന്ന് ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനുണ്ട്, മഹാനായ തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അവരടുത്ത് പോയി ഇതിനൊരു പരിഹാരം നിങ്ങൾ നിർദ്ദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനവകൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആ നാട്ടിൽ നിങ്ങൾ ജലാലിയ സ്ഥാപിക്കൂ, ജലാലിയ ചെല്ലൂ എന്നാണ്. അപ്പം അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾക്കും അതേപോലെ ആഫത്ത് ബലാകളൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സലാമത്താണ് ഇതുപോലെയുള്ള മജ്ലിസുകൾ. അതേപോലെ തന്നെ ആത്മീയമായി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനും ഈ മജ്ലിസ്, ഈ റാത്തീബ് കാരണമാണ്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ 3 മാസത്തിലൊരുക്കം നടക്കും. എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹു ഇതിലേറെ സന്തോഷത്തിൽ നരകം തൊടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലും നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ല. മഹാനായ ഷെയ്ഖ് ജീനാലി തങ്ങളുടെ ഖാദിരിയ ത്വരീഖത്തിൽ വന്ന മശായിഖന്മാർ, പ്രത്യേകിച്ച് മഹാനായ കണ്ണൂർ മറോട്ട് കിടക്കുന്ന സയ്യിദ് മൗലാത്തങ്ങളെ ചൊല്ലിയ ഖാദിരിയ ത്വരീഖത്തിൽ തൻ്റെ മുരീദമാർക്ക് നിർദ്ദേശിച്ച ദിക്റുകളും അതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളൊക്കെ അടങ്ങിയ വലിയ വലിയ മശായിഖന്മാർ നടത്തി വന്ന ഒരു റാത്തീബാണ് ജലാലിയ. ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ട്. 1995-96 കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന അതിനോടടുത്തൊരു സ്ഥലത്ത് ഒരുപാട് ആളുകൾക്ക് ഒരു നാട്ടിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ പല ആളുകൾക്കും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. അന്ന് ആ നാട്ടുകാർ പരിഹാരത്തിന് വേണ്ടി അന്ന് ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനുണ്ട്, മഹാനായ തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അവരടുത്ത് പോയി ഇതിനൊരു പരിഹാരം നിങ്ങൾ നിർദ്ദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനവകൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആ നാട്ടിൽ നിങ്ങൾ ജലാലിയ സ്ഥാപിക്കൂ, ജലാലിയ ചെല്ലൂ എന്നാണ്. അപ്പം അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾക്കും അതേപോലെ ആഫത്ത് ബലാകളൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സലാമത്താണ് ഇതുപോലെയുള്ള മജ്ലിസുകൾ. അതേപോലെ തന്നെ ആത്മീയമായി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനും ഈ മജ്ലിസ്, ഈ റാത്തീബ് കാരണമാണ്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ 3 മാസത്തിലൊരുക്കം നടക്കും. എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.